ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു അനുഭവ കഥയുമായി ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2019 നടന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ആലപ്പുഴ പഞ്ചകർമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. എൻ്റെ വീട്ടിൽ നിന്നും ഒരു അരമണിക്കൂറിനടുക്ക് നടന്ന് വേണം ബസ് സ്റ്റോപ്പിലെത്താനായിട്ട്. അവിടുന്ന് ബസ് കയറി ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് മാക്സിമം അപ്പോഴത്തേക്കും എൻ്റെ ജോലി ചെയ്യുന്ന സ്റ്റോപ്പെത്തും. കൈതവന ജംഗ്ഷനിലാണ് ഞാൻ ഇറങ്ങുന്നത്. അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പതിവ് പോലെ ഞാൻ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞു ബാഗുമെടുത്ത് ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഒരു കറുത്ത ബാഗാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ എപ്പോഴും ബാഗ് ഇങ്ങനെ വൺ സൈഡാണ് ഇടാറ്. അപ്പോൾ അങ്ങനെ വൺ സൈഡ് ബാഗ് ഇട്ടിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നു, ബസ്സിൽ കയറിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി ജോലിക്ക് ചെന്നു. അപ്പോൾ ഈ ബാഗിൽ എപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നെങ്കിൽ ഡ്രസ്സ് മാറിയിട്ടാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ 8:30 തൊട്ട് 5:30 വരെയാണ് ഡ്യൂട്ടി ടൈം. അപ്പോൾ രാവിലെ ചെന്നപാടെ ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകയുണ്ട്. ഞങ്ങൾ രണ്ടുകൂടെ അവിടെ ഒരു കിച്ചണുണ്ട്. അതായത് കഷായവും രോഗികൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കിച്ചണുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഊണുമേശ അവിടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ മേശയും കസേരയൊക്കെ ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ചെന്നപാടെ ഞങ്ങൾ ഈ ബാഗ് മേശപ്പുറത്ത് വെച്ച ശേഷം ഇതിൻ്റെ സിബ് തുറന്നിട്ട് ഞാൻ എൻ്റെ അവിടെ ഇടുന്ന ഡ്രസ്സ് എടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രസ്സ് മാറാനായിട്ട്, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകയ്ക്ക് കാലിന് അല്പം സ്വാധീനക്കുറവുള്ളതാണ്, പുള്ളി ഒരു വികലാംഗയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരോട് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബാഗ് തിരിച്ച് ഞാൻ വീണ്ടും ആ മേശപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇടുന്നത്. ആ സമയത്ത് എൻ്റെ ബാഗിൻ്റെ രണ്ടുറയുണ്ടല്ലോ, ഇവിടെ ഈ പുറത്ത് ഈ ഒരു സൈഡിൽ നമുക്ക് വെള്ളം വെക്കാനുള്ള ഒരറയുണ്ട്. അപ്പുറത്ത് റെക്സിൻ കൊണ്ട് നെറ്റല്ലാതെ റെക്സിൻ കൊണ്ട് തന്നെ കവർ ചെയ്ത ഒരു അറയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ അതിനകത്താണ് ഈ ചില്ലറ ഇടുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, നമ്മൾ ടിക്കറ്റ് എടുക്കാനൊക്കെ അതിന് ചില്ലറ എടുക്കുക എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അവിടെ ചില്ലറ ഇടുമായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ഈ ചില്ലറ എന്തോ ദൈവാധീനത്തിന് എൻ്റെ ഈ ചില്ലറ ഇല്ലായിരുന്നു. ഞാൻ പേഴ്സിൽ നിന്നാണ് പൈസ നോട്ട് എടുത്ത് കൊടുത്തിട്ടാണ് അന്ന് ഞാൻ മാറി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ച സമയത്ത് ഡ്രസ്സും കൂടെ എടുത്തു കഴിഞ്ഞ് വീണ്ടും മേശപ്പുറത്തേക്ക് ഇങ്ങനെ ശക്തിയായിട്ട് ഞാനിങ്ങനെ ഈ ബാഗ് വെച്ച സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തക നോക്കിയപ്പോൾ ഈ ബാഗിൻ്റെ ഈ ഒരു റെക്സിൻ പോലെയുള്ള ഭാഗത്ത് നിന്ന് ഒരു പാമ്പ് ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ ഇഴഞ്ഞിറങ്ങി വരുന്നതാണ് കാണുന്നത്. ഇത് കണ്ടത് ഇവൾ അയ്യോ ഗീത പാമ്പെന്ന് പറഞ്ഞതും ഞാൻ പേടിച്ചിട്ട് ശക്തിയായിട്ട് ഇങ്ങനെ പുറകോട്ട് മാറിയപ്പോൾ എൻ്റെ കാല് തട്ടി ഈ മേശ വീണ്ടും ഒന്ന് കുലുങ്ങി. ആ ഒരു കുലുക്കത്തിൽ ഈ പാമ്പ് വിചാരിച്ച് അതിനെ വല്ല ദ്രോഹിക്കാനാണ് വിചാരിച്ചത്. എന്തോ അത് പെട്ടെന്ന് തല ഇങ്ങനെ പൊക്കിയ ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ പതുക്കെ അതിങ്ങനെ മെല്ലെ ആ ഇങ്ങനെ വിടർത്തുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്കതൊരു മൂർഖനാണെന്നുള്ളത് മനസ്സിലായി. ചന്ദ്രക്കലയൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ വിടർന്നു വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുമുന്നിൽ കാണും. നമ്മൾ പടത്തിലും അതുപോലെ തന്നെ TV സിനിമയിലൊക്കെ കണ്ടെന്നല്ലാതെ ഇങ്ങനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുമായിരുന്നു ആ ഒരു അനുഭവം. അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും പേടിച്ച്. പക്ഷെ ഞങ്ങൾ പകുതി ഡ്രസ്സ് ഇട്ട് വിടാതെ നിൽക്കുകയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്? ആ സമയത്ത് വേഗം ഞങ്ങൾ ആ ഡ്രസ്സ് തന്നെ തിരിച്ച് വലിച്ച് ഇട്ടിട്ട് ഇറങ്ങി ഓടാനായിട്ട് ഒരുങ്ങിയ സമയത്ത് ഇത് പതുക്കെ ആ മേശയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മേശയുടെ കാലുവഴി താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ആ പാത്രത്തിൻ്റെ താഴെയായിട്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ വലിയ ഓട്ടുപാത്രങ്ങളൊക്കെ നിറയെ അതിൻ്റെ താഴെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പാമ്പ് ഇഴഞ്ഞങ്ങ് കയറിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് കാണാം, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോറ് വലിച്ചു തുറന്ന് ഇറങ്ങി ഓടി അവിടെയുള്ള മറ്റുള്ള ആണുങ്ങളായിട്ടുള്ള സ്റ്റാഫിനോടൊക്കെ ചെന്നിച്ച് പറഞ്ഞു ഇന്നോണക്ക് പാമ്പ് കിച്ചണിലുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഓടി വന്ന് വടിയൊക്കെ ആയിട്ട് വന്ന് അവരവിടെ എല്ലാം നോക്കി. പക്ഷേ അതിനെ കണ്ടെത്തിയില്ല. പിന്നെ ആ വലിയ ഭാരമുള്ള ഓട്ടുപാത്രങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലേക്ക് അവർ അത്ര ശ്രദ്ധ കൊടുത്ത് നോക്കാൻ പോയില്ല. അതിനുശേഷം പിന്നെ അത് എങ്ങോട്ട് പോയെന്നും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ സഹപ്രവർത്തകയാണ് അവരോട് സംഭവം പറയുന്നത്. ഈ പാമ്പ് വന്നത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, അപ്പം ബാഗ് അപ്പം വീട്ടിൽ കൊണ്ടുപോയില്ലേ, ഇവിടെ ഇരിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. നമ്മൾ അല്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് ആ സീരിയസ്നെസ് എല്ലാവർക്കും കത്തിയത്. അതായത് ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടെയുള്ള നേഴ്സുമാരും എല്ലാവരും പറഞ്ഞു വീട്ടിൽ നിന്ന് ബാഗ് കൊണ്ടുവന്നപ്പോൾ അതിൽ പാമ്പുണ്ടായിരുന്നോ? അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ചു എൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി ഞാൻ. അതിനുശേഷം ഞാൻ ആലോചിച്ചു ഇതെങ്ങനെയായിരിക്കും ഇതെൻ്റെ ബാഗിൽ എന്ന് ഞാൻ ചിന്തിച്ചു. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളുടെ ചെറിയ ഒരു അശ്രദ്ധ ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ എടുത്തേക്കാം. ചെറിയൊരു അശ്രദ്ധ, എൻ്റെ ഒരു ചെറിയ അശ്രദ്ധയിൽ സംഭവിച്ചതാണ് ഫ്രണ്ട്സ് ഇത്. ഞാനത് നിങ്ങളോട് എങ്ങനെയാണെന്ന് പറയാം. അതിൻ്റെ തലേ ദിവസം ഞാൻ ഇതുപോലെ സെയിം ഈ ബാഗ് എടുക്കുന്നു,
എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ബസ് ഇറങ്ങി ഞാൻ നേരെ ചില സമയത്ത് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ജെട്ടിയുണ്ട്, അവിടുന്ന് ബോട്ട് കയറി ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജെട്ടിയിൽ ഇറങ്ങാം. അവിടുന്ന് വീണ്ടും നടക്കുമ്പോൾ അല്പം നടപ്പിനൊരു ലാഭം കിട്ടും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കൈനീരി പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ ജെട്ടിയിൽ ഇറങ്ങിയിട്ട് ബോട്ടിന് വരാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ആ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് പതുക്കെ നടന്നാണ് വീട്ടിൽ. അന്ന് ഞാൻ നടന്നാണ് വന്നത്. നടന്നു വന്ന് ഈ ബാഗുമായിട്ട് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കടയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം നേരെ വീട്ടിനകത്തേക്ക് കയറിയില്ല. മക്കളകത്തുണ്ട്, പക്ഷേ ഞാൻ വീട്ടിലേക്ക് കയറിയില്ല. ഞാൻ ഈ ബാഗ് കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവച്ചു. സ്റ്റെപ്പിലും അല്ല വെച്ചത്, സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ താഴെ തന്നെ ഞാനിങ്ങനെ വെച്ച് ഞാൻ നേരെ കടയിലേക്ക് പോയി. അപ്പോൾ കടയിൽ പോയ സമയത്ത് തിരിച്ച് വന്നത് ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാൻ വന്നത്. ജോലി തിരക്ക് കാരണം ഞാൻ നേരെ കിച്ചണിൻ്റെ ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു. അതുവഴി ഞാൻ അകത്ത് കയറി എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ജോലികളെല്ലാം ചെയ്ത് വൈകിട്ട് ഞാൻ വിളക്ക് വെക്കാൻ നേരത്ത് സിറ്റൗട്ട് വൃത്തിയാക്കിയപ്പോൾ പോലും ഞാൻ ഈ ബാഗ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുള്ളതാണ്. അതുവരെ എന്നെ ആരും ഫോണിൽ പോലും വിളിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ പോലും ഞാൻ ആ ബാഗ് അപ്പോൾ എടുത്തേനെയായിരുന്നു. പക്ഷേ ആരും എന്നെ വിളിച്ചില്ല. ഫോൺ ഞാൻ എടുക്കാനുള്ള എനിക്ക് ഒരു സമയമില്ല ആ സമയത്ത് അങ്ങനെ ഫോൺ എടുക്കാന്ന് വെച്ചാൽ വീട്ടിലെ ഈ ജോലിയും കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മുടെ വീട്ടിലെ ജോലിയല്ലേ, മക്കളുമായിട്ടുള്ള ജീവിതമല്ലേ. അപ്പോൾ എനിക്കത് ഫോൺ എടുക്കാനുള്ള ഇതുപോലും എനിക്കില്ല. ഞാൻ ആരും എന്നെ വിളിച്ചില്ല. ഞാൻ ആ ഫോണിന് അത്ര കെയർ കൊടുത്തുമില്ല. പക്ഷേ ജോലികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫോൺ എടുക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ഫോൺ പരതിയപ്പോഴാണ് അയ്യോ എൻ്റെ ബാഗ് പുറത്തിരിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഓടിപ്പോയി ബാഗ് എടുത്തുകൊണ്ട് വരുന്നു. അതിൽ നിന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് വീണ്ടും സിബിട്ടടച്ച് വെച്ചിട്ട് എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് ഈ ബാഗ് വെക്കുന്നു. അതിനുശേഷം വീണ്ടും രാവിലെ ഞാൻ എഴുന്നേറ്റു, കുളിച്ച് റെഡിയായി വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം കുട്ടികൾക്കുള്ളെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനും റെഡിയായി വന്നു. അപ്പോൾ ചോറ് എടുക്കണമല്ലോ. ചോറ് ഡപ്പ ഈ ബാഗിൽ കിടക്കുവാണ്. ഞാൻ വന്നിട്ട് ഇതിൻ്റെ സിബ് തുറന്ന് ഇതിൽ നിന്ന് ഡപ്പ എടുത്ത് ഞാൻ പോയി ചോറെടുത്ത് തിരിച്ച് ഡപ്പ ഇതിനകത്ത് കൊണ്ട് വെച്ചു. ഒരുങ്ങി ഈ ബാഗ് എടുത്ത് വീണ്ടും ഞാൻ വൺ സൈഡ് തോളയിൽ ഇങ്ങനെ ഇട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരോടും ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ്, എല്ലാവരുടെ കുശലം പറഞ്ഞൊക്കെയാണ് പോണത്. അങ്ങനെ നടന്ന് ഈ അരമണിക്കൂറോളം നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുന്നു. ബസ് കയറുന്നു. ബസ്സിൽ കയറിയിട്ട് ഞാൻ മൂന്ന് സീറ്റുള്ള ഒരു സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിൽ 2 ചേച്ചിമാർ അപ്പുറത്തും ഇപ്പുറത്തും നടുക്ക് അവരെനിക്ക് ഒഴിഞ്ഞു തന്നു. ഞാൻ അങ്ങോട്ട് കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ ബാഗ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ എൻ്റെ ഈ റെക്സിൻ പോലെയുള്ള ഭാഗത്ത് ഞാൻ ചില്ലറ ഇട്ടേക്കും. അതായത് പേഴ്സിനകത്ത് നിന്ന് എടുക്കണ്ടല്ലോ, എളുപ്പം ചില്ലറ മതി. എനിക്ക് 10 രൂപ മറ്റോ ഒന്ന് കൊടുത്താൽ മതി ബസ് ടിക്കറ്റ്. അപ്പം ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് എടുത്താണ് സാധാരണ ഞാൻ കൊടുക്കാറുള്ളത്. അതിൻ്റെ ആവശ്യമുള്ള വേറെ ബാഗ് തുറക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ അന്ന് എൻ്റെ ചില്ലറ ഇല്ലായിരുന്നു. ഞാൻ സിബ് തുറന്ന് പേഴ്സ് എടുക്കുന്നു. അതിൽ നിന്ന് ഞാൻ നോട്ട് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തു. വീണ്ടും ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം ഫ്രണ്ട്സ്, അപ്പോഴെല്ലാം ഈ ബാഗിൽ ഈ പാമ്പ് സുരക്ഷിതമായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ കൈതവന ജംഗ്ഷനിൽ ഇറങ്ങുന്നു. ബാഗ് എടുത്ത് തോളയിലിടുന്നു. ഞങ്ങളുടെ പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ കിച്ചണിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് മേശപ്പുറത്തേക്ക് ഈ ബാഗ് വെക്കുന്നു. വീണ്ടും ഞാനിത് തുറന്ന് എൻ്റെ ഡ്രസ്സ് എടുക്കുന്നു, വെക്കുന്നു. ആ സമയത്താണ് ഈ പാമ്പ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ തലേ രാത്രിയിൽ ആ സിറ്റ് ഔട്ടിൽ കൊണ്ട് ഈ ബാഗ് വെച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ വലത് ഭാഗത്ത് ഒരു വലിയ കാടാണ്. അതിൻ്റെ അപ്പുറത്തൊരു മോട്ടോർ തറയുണ്ട്. പാടത്തെ വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കുന്നൊരു മോട്ടോർ തറയുണ്ട്. അപ്പോൾ അവിടെ മിക്കവാറും ആൾക്കാർ അവിടെ ഇഴജന്തുക്കളെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ കണ്ടില്ല. പക്ഷെ മിക്കവാറും കണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അവിടുന്ന് ഈ പാമ്പ് കയറി എൻ്റെ ബാഗിൽ സുരക്ഷിതമായിട്ട്, റെക്സിനല്ലേ അത് ഇച്ചിരി വലിപ്പമുള്ള, അപ്പോൾ ചുരുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നായിരിക്കും. ഏകദേശം ഒരു 3/4 മീറ്റർ നീളവേ അതിനുള്ളൂ. ചെറിയതായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ചെറുതാണെങ്കിലും അതിന് വിഷമുള്ളതല്ലേ. അപ്പം ഞാൻ അതിനകത്ത് ഒന്നെങ്കിൽ ആ ചില്ലറയ്ക്ക് വേണ്ടി കൈയിട്ടിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ കടി കിട്ടിയേനെ. അതല്ല, അവിടെ ചെന്നിട്ടാണേലും എന്തെങ്കിലും കാരണവശാൽ ഒന്ന് അനങ്ങി അത് പുറത്തിറങ്ങണമെന്ന് തോന്നി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ. അപ്പോൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ എല്ലാവരും എന്നെ കളിയാക്കി. കൈനേരി കിടന്ന പാമ്പിനെ ഞാൻ ബാഗിൽ കൊണ്ടുചെന്ന് കൈതവനെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകുവാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും കളിയാക്കി. പക്ഷെ അങ്ങനെ കളിയാക്കി അത് ഞാൻ അപ്പോൾ ഞാനത് ചിരിച്ചു തള്ളി. പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ബോട്ടിനല്ല വന്നത്. ഞാൻ ബോട്ടിൽ കയറാനായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ ബോട്ട് ജെട്ടിയിൽ ഇരുന്നിട്ട് ബോട്ടിൽ കയറുന്നു. തിരിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന ജെട്ടിയിൽ ഇറങ്ങിയപ്പോൾ അതിൻ്റെ വാതിൽക്ക് തന്നെയാണ് ഞാൻ ചക്കങ്കേരി ശ്രീ ഭഗവതി ക്ഷേത്രം. അതിൻ്റെ വാതിൽക്ക് പോയിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ മൈൻഡ് മൊത്തം അങ്ങനെയായിരുന്നു. ഞാൻ ഓർക്കുവാണ്, എന്തൊരു അത്ഭുതമാണ് ഭഗവാനെ, ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല ഇത്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് ആ അമ്പലനടയിൽ വന്നിട്ട് എനിക്ക് സങ്കടം കൊണ്ട് എനിക്ക് സഹിക്കുന്നില്ലായിരുന്നു. ഈശ്വരൻ വീണ്ടും ഈ മനോഹരമായ ലോകത്ത് ജീവിക്കാൻ എനിക്കൊരു അവസരം തന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം ഞാൻ മരണത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. 3ാമതും ഇതുപോലെ. സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് സങ്കടം വന്നു. ഞാൻ ആ നടക്കിൽ നിന്ന് ദേവിയോട് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് സങ്കടം വന്നു ശരിക്കും. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അടുത്തുള്ള ഒരു ചേച്ചി എന്നെ കണ്ട്, എന്താ മോളെ നീ എന്താ ഇവിടെ ഇന്നിങ്ങനെ കരയുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാനിട്ട് ഈ കാര്യം ആ ചേച്ചിയോട് പറഞ്ഞു.
സത്യം പറഞ്ഞാൽ ആ ചേച്ചിക്ക് സങ്കടമായത് കേട്ടപ്പോഴത്തേക്കും. അപ്പം നമ്മുടെ ഒരു അശ്രദ്ധയാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അശ്രദ്ധകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അലക്ഷ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇവിടെ വെക്കുക. നമ്മൾ ഷൂവിനകത്തൊക്കെ കയറിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ബാഗിനകത്തും ഇങ്ങനെയൊക്കെ കയറാം. അപ്പം ഈശ്വരൻ്റെ വിധി കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പം വീണ്ടും ഒരു അനുഭവകഥയുമായി കാണാം. ഓക്കെ, ബൈ.